ഒരുപക്ഷെ ലീഡ് നിലയിൽ കുറവുണ്ടായേക്കാം. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. KPCC അധ്യക്ഷൻ പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വളരെ കൃത്യമായി കുതിച്ചെത്തുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചെത്തുകയാണ്. ആര്യൻ ഷൗക്കത്ത് അത് 10,000-15,000 ഇടയിലായിരുന്നു. ഒരുപക്ഷെ അതിൽ കൂടിയാലും അത്ഭുതപ്പെടേണ്ടില്ല. ട്രെൻഡ് അങ്ങനെയാണ്, വളരെ കൃത്യമായ ട്രെൻഡാണ്. അമരമ്പലവും കൈവിടുമോ ഇടതുപക്ഷത്തെ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായിരിക്കും. നഗരസഭയും പോത്തുകല്ലും പോലെയല്ല, LDF സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്തിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയുണ്ട്. അതിനപ്പുറത്തേക്ക് പരമ്പരാഗത ഇടത് വോട്ടുകളുള്ള രണ്ട് പഞ്ചായത്തുകൾ ബാക്കി നിൽക്കുമ്പോൾ അവിടെയും ഉണ്ടാകുമോ ഈ തിരിച്ചടി എന്നുള്ളതാണ്. നിലമ്പൂർ നഗരസഭ 19 ബൂത്തുകൾ കരളായിലുണ്ട്. മൊത്തം അത് 16, 15, 16, 17 റൗണ്ടുകളായി എണ്ണും. 17, 18, 19 റൗണ്ടുകളായി അമരമ്പലം എണ്ണും. 35 ബൂത്തുകളുള്ള അമരമ്പലം വഴിക്കടവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയും കാര്യമായ വോട്ടുകളുണ്ട്. അമരമ്പലത്തൊക്കെ കഴിഞ്ഞ തവണ നമുക്കറിയാം 1492 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്ത സ്ഥലമാണ്. അതുപോലെ കരളായിൽ LDF 1513 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത സ്ഥലമാണ്. പോത്തുകല്ലിനേക്കാൾ കൂടുതൽ ലീഡ് കിട്ടിയ സ്ഥലമാണ്. നിലമ്പൂരിൽ 1513 അത് വലിയ വ്യത്യാസം ഉണ്ടാകും. വലിയ തരത്തിലുള്ള ലീഡ് നിലയിൽ വ്യത്യാസം. തീർച്ചയായും അത് എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. അവിടെയും UDF ഷൗക്കത്ത് ലീഡ് പിടിച്ചാൽ 15,000-ലേക്ക് ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്തുക അത്ര അസാധ്യമായ കാര്യമല്ല, സംഭവിക്കാവുന്നതാണ്. കാരണം ട്രെൻഡ് അങ്ങനെയാണ്. ജനങ്ങൾ എന്തായാലും LDF-നെതിരായി വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-നെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഇവിടെ പ്രതിഫലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായും ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാകുന്ന തിരിച്ചടി അത് വഴിക്കടവ് തൊട്ട് ഇങ്ങ് വരെ നിലമ്പൂർ നഗരസഭ വരെ LDF-ന് എല്ലാ റൗണ്ടുകളിലും നേരിട്ട തിരിച്ചടി. PV അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ പിടിച്ചതൊക്കെ LDF-ന്റെ വോട്ടാണ്, UDF-ന്റെ വോട്ടല്ല എന്നുള്ളതാണ്. മലയോര കർഷകരുടെ വിഷയങ്ങൾ പരിഗണിച്ചില്ല. അവർ നേടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ല. 2026-ൽ അങ്ങനെ എളുപ്പത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്ന് PV അൻവർ പറയുന്നു. പിണറായി സത്യനെതിരാണ് താൻ സംസാരിച്ചത്. അതാണ് ഒരു കാര്യം കൂടി. അതെ, അൻവർ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ പിടിച്ച വോട്ടുകളുടെ അതേ ഒരു ട്രെൻഡ് നിലനിർത്താൻ അൻവറിനും കഴിഞ്ഞിട്ടില്ല. അതാണ് അൻവറിന് ഒരുപക്ഷെ 10,000-ൽ പരം വോട്ടുകളിൽ നിന്ന് പിന്നെ കാര്യമായി മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ലാത്ത സാഹചര്യം. നമ്മൾ ഓർക്കണം, ആദ്യ 2 റൗണ്ടുകളും 3 റൗണ്ടുകളിലും 5,000-ൽ പരം വോട്ടുകൾ സമാഹരിച്ചതാണ് അൻവർ. പിന്നീട് അൻവറിന് അത്ര വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു ചിത്രം കൂടിയുണ്ട്. ഇനി അവസാനത്തെ റൗണ്ടുകൾ നിർണായകമാണ്. കാരണം ഈ കരുളായിയുടെയും ഒപ്പം അമരമ്പലത്തും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അൻവർ പിടിച്ചാൽ സ്വാഭാവികമായും ഇത് 20,000-ന് ഉയർന്നേക്കാം. അതല്ലെങ്കിൽ 15,730 എന്ന ഈ ചിത്രത്തിന് വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. 15,730 ഇടത് വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അൻവറിന്റെ വാദം ശരിയാണോ ഇല്ല എന്നറിയാൻ ഇനി കരളായും